ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴുകുന്നെങ്കിലോ അത് വളരെയധികം ഫലം പുറപ്പെടുവിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? പലവട്ടവും നമ്മൾ ഈ വചനം വായിച്ചിട്ടുണ്ട്. സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക്, ആ സഹനം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന് വചനത്തിലൂടെ നമ്മളിന്ന് മനസ്സിലാക്കുകയാണ്. അഗെയിൻ, സഹനം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാണ്, ശരിയല്ലേ? രോഗത്തിലൂടെയും മറ്റു പല സഹനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ ഒരു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് സഹനങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് വാസ്തവമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറില്ലേ, നീതിമാൻ എന്തിനാണ് സഹിക്കുന്നത്? ചിലരുടെയൊക്കെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും സഹനത്തിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കാം. ഈ സഹനം ദൈവം നൽകുന്നത് നല്ല ഫലം നൽകാൻ വേണ്ടി, കുറേയും കൂടി മെച്ചപ്പെട്ട ഫലം നൽകുന്നവരാകാൻ വേണ്ടി മാത്രമാണ്. ഇനി രണ്ട് തരത്തിൽ സഹനങ്ങളുണ്ട്. ഒന്ന് ദൈവം നൽകുന്ന സഹനങ്ങൾ, മറ്റൊന്ന് മനുഷ്യൻ നൽകുന്ന സഹനങ്ങൾ. ഈ ദൈവം നൽകുന്ന സഹനങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കാറില്ല. ആ സഹനങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മൾ തിരസ്കരിക്കുകയാണ് ചെയ്യുക. ആ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവർക്കാണ് സഭയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പുണ്യങ്ങളിലേക്കും കൃപകളിലേക്കും നയിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ളത്. ഇനി മനുഷ്യൻ നൽകുന്ന സഹനങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ബന്ധുക്കളൊക്കെ സഹനം വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെയൊക്കെ സഹനം നൽകുന്നവരുണ്ട്. ആ സഹനവും നമുക്ക് രക്ഷയുടെ, കൃപയുടെ മാർഗങ്ങളാക്കി മാറ്റണമെങ്കിൽ ഈശോയോട് ചേർന്നെടുക്കണം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നിലത്ത് വീണ് അഴുകാനായിട്ട് പരിശ്രമിക്കാം. ഒരു ക്രിസ്ത്യാനി സഹനം നൽകുന്നവനാകാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവനാകാതെ, സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കൃപയുള്ളവരായിട്ട് വളരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് സഹനങ്ങളെ സ്നേഹിക്കാൻ, ഈശോയോട് ചേർന്ന് സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.